ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ ഇൻബോക്സ് ഇങ്ങനെ നിറയുകയാണ്. ഇഷ്ടംപോലെ മെസ്സേജാണ്. എന്താണ് ബ്രോ, ഷാഫിക്കയെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരാൾ നീയല്ലേ? എന്ത് പറ്റി ഷാഫിക്ക്? ഷാഫി എന്തുകൊണ്ടാണ് VD സതീശന് സപ്പോർട്ട് കൊടുക്കാത്തത്? ഷാഫി ഞങ്ങളെ ചതിച്ചോ? ജനങ്ങൾ ആഗ്രഹിക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ KC മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞത്? അതിൻ്റെ കാരണം ഞാൻ ഷാഫി പറമ്പിലിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അതിന് ശക്തമായിട്ടുള്ള കാരണം പറയുന്നുണ്ട്. ആ കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, പ്രസൻറ്റേഷൻ കുറച്ചോ ടഫായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നല്ല രീതിക്ക് പല്ലുവേദനയാണ്. അപ്പോൾ സഹിച്ചിട്ട് കുറേ പ്രേക്ഷകർ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഈ ഒരു കോണ്ടന്റ് ചെയ്യുന്നത്. അതിനുശേഷം പിണറായി വിജയനെ, അതായത് ധർമ്മമെടുത്ത് പിണറായി വിജയനെ വിറപ്പിച്ച അബ്ദുൾ റഷീദ് ചില കാര്യങ്ങൾ ഷാഫി പറമ്പിലിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വൈറലാണ്. ആ ഒരു വീഡിയോ ദൃശ്യം കൂടി നിങ്ങൾ കേൾക്കണം. രസകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് റഷീദിൻ്റെ. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ VD സതീശന് സപ്പോർട്ട് കൊടുക്കാത്തത്? ഒരു കാര്യം പറയാം. ആരാണ് ഷാഫി പറമ്പിൽ? രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ. ഓക്കെ, അതായത് VD സതീശനെ അനുകൂലിക്കുന്നവർ എന്നെ വിമർശിച്ചാലും പ്രശ്നമില്ല, സത്യങ്ങൾ വിളിച്ച് പറയുക തന്നെ ചെയ്യും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഞാനാവണം എന്ന് പറഞ്ഞിട്ട് 3 പേർ തമ്മിൽ തല്ലാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും. അപ്പോൾ അധികാരത്തിൽ അത്രയും മോഹമുണ്ട് ഈ 3 പേർക്കും. ഒരാളും പിന്മാറുന്നില്ല. അതായത് എനിക്ക് വേണ്ടാന്ന് ആരും പറയുന്നില്ല. നോക്കൂ നിങ്ങൾ, അതേ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു സീറ്റ് വേണ്ട അദ്ദേഹത്തിന്. കോൺഗ്രസ് പാർട്ടിയിൽ, ഞാൻ ഇത്ര കാലം കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരാളാണ്. എന്നെ എന്തിന് നിങ്ങൾ പുറത്താക്കുന്നു? നോക്കൂ, ഇവർക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് എന്തുമാത്രം ആഗ്രഹമുണ്ട്. അതേ ആഗ്രഹമാണ് ആ പാവം രാഹുൽ മാങ്കൂട്ടത്തിന്. കോൺഗ്രസ് പാർട്ടിയിലെങ്കിലും നിലനിൽക്കണം, അല്ലെങ്കിൽ എനിക്കെതിരെ വരുന്ന കള്ളക്കേസ്, അതായത് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഭാഗ്യവിഷയത്തിലേക്ക് കടക്കാം. നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സാറിനെ സരിത ചതിച്ച വിവരം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കോൺഗ്രസിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം VD സതീശനൊക്കെ ഉണ്ടായിട്ടും, അതായത് സരിത ഉമ്മൻചാണ്ടി സാറിനെ ചതിച്ച ഒരു ചരിത്രം ഈ പറയുന്ന VD സതീശന് അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു കള്ളക്കേസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് VD സതീശൻ രാഹുലിൻ്റെ ഒപ്പം നിൽക്കാത്തത്? ഇതാണ് ഷാഫി പറമ്പിൽ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അതായത് ചില അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഷാഫി പറമ്പിൽ VD സതീശനോട് കെഞ്ചിയിട്ടുണ്ടത്രേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ട എന്ന് പറയും. അത് VD സതീശൻ്റെ ഏറ്റവും വലിയ ഫോൾട്ടാണ്. ഞാനൊരു കാര്യം പറയാം. മീഡിയാസ് ഇപ്പോൾ VD സതീശൻ പറയും നമ്മളോട്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ എനിക്ക് വേറെ എന്ത് വഴിയാണുള്ളത് എന്ന്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. VD സതീശന് പറയാമായിരുന്നു മീഡിയാസിന് മുമ്പിൽ, 4-5 വർഷം മുമ്പ് ഞങ്ങളുടെ വലിയൊരു നേതാവായ ഉമ്മൻചാണ്ടി സാറിനെ ചിലർ കുടുക്കി. ഒരുപക്ഷെ രാഹുലിനെതിരെ വരുന്ന കേസും അത് അങ്ങനെ തന്നെയായിരിക്കും. ഉമ്മൻചാണ്ടി സാറിനെ കുടുക്കിയതുപോലെ നമ്മുടെ രാഹുലിനെയും കുടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് കോടതി എന്ന് രാഹുൽ കുറ്റക്കാരനാണെന്ന് പറയുന്നു. അന്ന് മാത്രമേ ഞങ്ങൾ ആക്ഷൻ എടുക്കും. കോടതി, അതായത് ജഡ്ജി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ മാത്രം ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അല്ലാത്ത പക്ഷേ രാഹുലിന് പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ ഒരു സപ്പോർട്ടും കൊടുക്കത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ യാതൊരു രീതിയിലും സഹായിക്കത്തില്ല. പക്ഷെ അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. കാരണം അദ്ദേഹം ഇത്ര കാലം കോൺഗ്രസിന് വേണ്ടി നയിച്ച ഒരാളാണ്. അങ്ങനെ മീഡിയാസിന് മുമ്പിൽ ഈ പറയുന്ന VD സതീശന് പറയാമായിരുന്നു. VD സതീശൻ എന്തുകൊണ്ടാണ് പറയാത്തത്? അധികാരമോഹം. അതായത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇപ്പോൾ ഈ സണ്ണി ജോസഫൊക്കെ VD സതീശന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ് മുമ്പ്. അതായത് ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന രാഹുലിന് ഒരാപത്ത് സംഭവിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി VD സതീശൻ. അതേ VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായി വന്നാൽ, ഷാഫിക്കെതിരെ ഒരു പെണ്ണ് കള്ളക്കേസ് വന്നാൽ, അല്ലെങ്കിൽ സണ്ണി ജോസഫിനെതിരെ, സന്ദീപ് വാര്യർക്കെതിരെ ഒരു പെണ്ണ് കള്ളക്കേസുമായിട്ട് വന്നാൽ, ഈ VD സതീശൻ അതിനെ അന്വേഷിക്കാൻ പോലും ഉത്തരവിടാതെ ഞങ്ങളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കൂലേ? ഇത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം പട നയിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ പറയുന്ന VD സതീശനെ കൈവിട്ട് ഇതാണ്. അതായത് ഇപ്പോൾ എൻ്റെ കാറിൽ 4 പേരുണ്ടെന്ന് വിചാരിക്കൂ, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന. ഒരുത്തനൊരു ആപത്ത് സംഭവിച്ചാൽ ഞാനല്ലാതെ വേറെ ആര്?
അങ്ങനെയല്ല. ഇപ്പം നമ്മൾ 4 പേര് അല്ലെങ്കിൽ നമ്മൾ 3 പേര് ഒരുമിച്ച് പോകുമ്പോൾ ഒരുത്തൻ ആരെങ്കിലും പിടിച്ച് തല്ലുമ്പോൾ നമ്മളല്ലേ ചോദിക്കേണ്ടത് എന്തിനു തല്ലിയെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന VD സതീശൻ്റെ വലങ്കയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. VD സതീശന് എന്ത് പ്രശ്നം വരികയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചാനൽ ചർച്ചയിൽ വെളുപ്പിക്കുന്നത് VD സതീശനെ. VD സതീശൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കും. അല്ല, ഞാൻ അങ്ങനെയല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ വിഷയം. അപ്പോൾ VD സതീശൻ്റെ വലങ്കയായിരുന്ന രാഹുലിന് ഒരു കേസ്, ഒരു ആരോപണം വരുമ്പോൾ അതിന് ഇത്തിരി പോലും സപ്പോർട്ട് കൊടുക്കാതെ ഞെട്ടിക്കുന്ന നടപടിയെടുത്ത VD സതീശന് എല്ലാവർക്കും ഈ പറയുന്ന കോൺഗ്രസ് നല്ല രീതിയിൽ എതിർപ്പുണ്ട്. ഓക്കെ, ഞാനിത് പഠിച്ചു വരുമ്പോഴാണ് ഈ മഹാസത്യം എനിക്കറിഞ്ഞത്. ഒരു കാര്യം പറയാം, അതായത് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മുരളീധരൻ മാത്രമാണ് ഇവിടെ VD സതീശന് സപ്പോർട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം അറിയുമോ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഈ പറയുന്ന മുരളീധരൻ. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, മുമ്പ് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതായത് മുരളീധരൻ ഈ പറയുന്ന രാഹുലിൻ്റെ വിഷയം നല്ല കത്തുമ്പോൾ VD സതീശനോട് പറഞ്ഞൊരു വാക്കുണ്ട്, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ സ്വയം ഒഴിഞ്ഞു പോകുമെന്ന്. അപ്പോൾ അത് എന്തിനു പറഞ്ഞു എന്നല്ലേ, ഈ പറയുന്ന മുരളീധരൻ്റെ പെങ്ങളായിട്ടുള്ള പത്മജ BJPക്ക് പോയ സമയത്ത് നല്ല രീതിക്ക് ചാനലിൽ ഇരുന്ന് രാഹുൽ കൊടുത്തിട്ടുണ്ട്. തന്തക്കും തള്ളക്കും രാഹുൽ വിളിച്ചിട്ടുണ്ട്. രാഹുൽ പറഞ്ഞത് ഇത് മറ്റേടുത്ത പരിപാടിയാണ്, എന്തിനാണ് കോൺഗ്രസ് പാർട്ടിയെ പത്മജ ചതിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അത് മുരളീധരനുണ്ട്. എന്തായാലും ഒരു പെങ്ങളല്ലേ, അപ്പോൾ എൻ്റെ പെങ്ങൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിച്ചത്? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ തുടരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് മുരളീധരൻ. അപ്പോൾ മുരളീധരൻ പറഞ്ഞത് VD സതീശൻ കേട്ടു. നോക്കൂ നിങ്ങൾ, പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. VD സതീശൻ ഇപ്പോൾ ഷാഫിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ, പിന്നെ ആർക്കും അവിടെ ഓപ്ഷൻ ഇല്ല. VD സതീശൻ പറഞ്ഞതാണ് ശരി. അപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ആരാണ്? നോക്കൂ, ഏറ്റവും കൂടുതൽ, അതായത് ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും നല്ല ചങ്കാരും ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫി രാഹുലിൻ്റെ പേരെ പറയത്തില്ല. അത്രയും നല്ലൊരു കോംബോയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു രാഹുലിനെതിരെയാണ് ഒരിത്തിരി പോലും അന്വേഷിക്കാതെ കള്ളപ്പരാതിയാണോ നല്ല പരാതിയാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ആക്ഷനും എടുക്കാതെ ഈ പറഞ്ഞ VD സതീശൻ ആക്ഷൻ എടുത്തത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതാരെങ്കിലും പൊറുക്കുമോ? അത് തന്നെയാണ് ഷാഫി പറമ്പിലിനെ ഏറ്റവും ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലൊക്കെ ആഗ്രഹിക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആവണ്ട. VD സതീശൻ മുഖ്യമന്ത്രിയാൽ ജനങ്ങളെ നല്ല രീതിക്ക് ഭരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, ഷാഫിക്കൊക്കെ അറിയാം. പക്ഷേ കൂടെ നിന്ന, ഇപ്പം ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ എക്സാമ്പിളാണ്, എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നുമില്ല, നമ്മൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു ആപത്ത് സംഭവിച്ചാൽ, പ്രശ്നം സംഭവിച്ചാൽ കൂടെ നിൽക്കത്തില്ല. സെൽഫിസ്റ്റ് ആയിട്ട്, അതായത് എൻ്റെ പാർട്ടി, ഞാൻ തന്നെയാണ് നല്ലവനെന്ന് പറഞ്ഞിട്ട് ഊരിപ്പോകുന്ന ഒരു ജാതിയാണ് VD സതീശൻ. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലൊക്കെ സപ്പോർട്ട് കൊടുക്കാത്തത് എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. ഓക്കെ, നമ്മുടെ ഷാഫിയെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ പിണറായി വിജയനെ വിറപ്പിച്ച അബ്ദുൾ റഷീദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, എനിക്ക് ഇത്രയധികം വോട്ട് കിട്ടാൻ പ്രധാന കാരണക്കാരൻ എന്ന നിലയിൽ നന്ദിയുണ്ട് സാറേ. ആദ്യം വിളിക്കുന്നത് KM ഷാജിയാണ്. ആവശ്യമില്ലാത്ത പണിയൊന്നും എടുക്കരുത്. പിന്നെ നീ ഇതെന്താ എന്ത് ഭാവിച്ചെന്ന് ചോദിച്ചു. എന്ത് ഷാജിക്കാം, നമുക്ക് പിണറായി വിജയൻ സഭയിൽ വേണം. കാൻഡിഡേറ്റ് എന്ന നിലയിൽ എല്ലാവർക്കും റോൾ മോഡലാക്കാൻ പറ്റുന്നവരാണ്. വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്, നിഷ്കളങ്കനാണ്. നീ എന്ത് കണ്ടിട്ട് ഈ പറയുന്നത്? ധർമ്മടത്തോ ഇതുവരെ നമ്മള് ലീഡ് പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ അഭിനയ നീ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ധർമ്മടത്ത് MLA ആയി വിജയിച്ചിരുന്നെങ്കിൽ ധർമ്മടത്തിന് വേണ്ടി ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിലെ മാൻ ഓഫ് ദി മാച്ച് ആരെന്ന ചോദ്യത്തിന് ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. അങ്ങ് ചെങ്കോട്ടയിൽ പോയി പിണറായി വിജയനെ വിറപ്പിച്ച VP അബ്ദുൾ റഷീദ്. പുതിയ ജൻസി ഭാഷയിൽ പറഞ്ഞ നമ്മുടെ ഓറ അങ്ങ് കൂടി. അപ്പൊ പെട്ടെന്ന് ധർമ്മടത്തേക്ക് മാറാൻ പറഞ്ഞ സമയത്ത് ഒരു നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ കൈപിടിച്ച് ധർമ്മടം ആ ഒരു വാക്കാണ് ധർമ്മടം. ഞാൻ പറഞ്ഞ അബ്ദുൾ റഷീദ് ജയിക്കുമായിരുന്നു, ഒരു MLA ആയിട്ട് ഇവിടെ വന്നിരിക്കാമായിരുന്നു ഇപ്പൊ, അങ്ങനെ ഒരു വിഷമം തോന്നി. വിഷമിപ്പിക്കരുത്. 5-6 റൗണ്ട് അവിടുത്തെ പുലിക്കുട്ടി പിണറായി വിജയനെ പുറമോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഒരു ചെറിയൊരു ഹോപ്പ് വന്നില്ലേ? പുലിക്കുട്ടിയല്ല, പുലി. ഞാൻ പറഞ്ഞു എല്ലാരോടും ഞാൻ ജയിക്കും. അപ്പൊ എല്ലാവരും അങ്ങനെ ആ ഒരു മനോഭാവമായിരുന്നു. അപ്പൊ 1ാം റൗണ്ട് ലീഡ് ചെയ്തപ്പോ എനിക്കൊരു ആകാംക്ഷയായി. അപ്പൊ നേതാക്കന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വണ്ടടിച്ചു, ഇത് വിളിക്കുന്നത് ഇവര് തന്നെയാണോ? നല്ല ആരോടെങ്കിലും ചോദിച്ചിരുന്നോ ഇപ്പൊ വിളിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് മുന്നേ ഒന്ന് വിളിച്ചില്ലായിരുന്നു? നമ്മുടെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു ഇതാണ്, ഇടതു കോട്ടയാണ്, ഇളകാത്ത കോട്ടയാണ്. അടിത്തറ ഇളക്കി വെച്ചിട്ടുണ്ട്. ഷാഫിക്ക മത്സരിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇന്ന് വീട്ടിലിരുന്നേനെ, ഒരു തർക്കമില്ല കാര്യത്തില്. നന്ദി കേരളമേ.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയിലെ KC വേണുഗോപാലിന്റെ പേര് കേൾക്കുന്നതോ? അങ്ങനെ പാർലമെന്ററി പാർട്ടി ഗ്രാമങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി തോന്നുന്നുണ്ട്. പിണറായി പാറപ്പുറത്ത് അവരുടെ ഓഫീസിന്റെ സൈഡിലിരുന്ന ഒരു സ്ത്രീ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, മോനെ ജയിക്കണം, പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ മോൻ ജയിക്കണം. പുതുപ്പള്ളിയും ധർമ്മടും തമ്മിൽ വ്യത്യാസമുണ്ട്. പി ശശി കൗണ്ടി ശശി എന്നോട് പറഞ്ഞു, നിങ്ങള് നമ്മളുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടണ്ടേ. തോറ്റ സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനം കണ്ടിട്ടുണ്ടോ? ചകരക്കല്ല് വന്ന് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. ഞാൻ അവസാനം കാല് പിടിച്ച് പറഞ്ഞു, എന്നൊന്ന് നിരത്തിയെടുത്ത് എന്നോട് നിരത്തിയെടുത്തെന്ന് പറഞ്ഞു. പിണറായി വിജയൻ പോകുമ്പോൾ ഞാൻ കൈയുയർത്തി കാണിച്ചു. നിർത്തിയിരുന്നെങ്കിൽ ഞാൻ വോട്ട് ചോദിക്കുമായിരുന്നു. ചിലപ്പോ അദ്ദേഹം തന്നെ. ഈ കിട്ടിയ അടിയെല്ലാം തടി കൊണ്ട് തടുത്ത മാത്രമുള്ള ഒരെണ്ണം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഒരു വിഷമം വരത്തില്ലേ? അത് മോശമല്ലേ എന്ന് ജനങ്ങൾ